ഞാൻ കുറച്ച് നേരം കൊണ്ടിരുന്ന് തല പുകയാണ് കേട്ടോ. ആലോചനയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെയില്ല കാക്കയ്ക്ക് ആഹാരം കൊടുത്തിട്ടൊന്ന് ഉറങ്ങട്ടെന്നും പറഞ്ഞ് വന്ന ഞാൻ ഉറങ്ങിയില്ല, ഉറങ്ങാൻ പറ്റിയില്ല. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാണ്. പണ്ടൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, എനിക്ക് മൂത്തവരാണ്, 2 ആങ്ങളമാരാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരും, ഉള്ള പുസ്തകമൊക്കെ കെട്ടിപ്പറക്കി സ്കൂളിൽ പോവും. സ്കൂൾ അടുത്തായതുകൊണ്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. സ്കൂളിൽ പോവും. ഓർമ്മയില്ല സ്കൂളിൽ ചോറ് കൊണ്ടുപോയ ഒരു അനുഭവമില്ല. ചോറ് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി കറികളൊന്നും പണ്ട് കാലത്ത് എൻ്റെയൊക്കെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ദുരിതം പിടിച്ചൊരവസ്ഥയായിരുന്നു. കാണത്തില്ല. നമുക്കന്ന് കഞ്ഞിയും പയറുമാണ് നമ്മുടെ ആഹാരം. നമ്മുടെ ശരീരത്തിലോട് ഓടുന്ന ആ ബ്ലഡിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലെ കഞ്ഞിയും പയറുമാണ്. അപ്പോൾ അതുമാത്രമാണ് നമുക്ക് കിട്ടുന്നത്. വൈകുന്നേരത്ത് സ്കൂൾ വിട്ട് വരുമ്പം ഒരു ചായ ഇട്ട് തരാൻ പോലും വീട്ടിലാളില്ല. ചായ ഒന്നും കുടിക്കാറേയില്ല. പിന്നെ ആകെ ആരുടെയെങ്കിലും പെരേടത്തിൽ മാങ്ങയോ ചക്കയോ പറങ്ങേണ്ടി പറക്കിക്കൊണ്ട് ചുട്ട് തിന്നിയോ, ഇതൊക്കെയാണ് പരിപാടി. അങ്ങനെയൊക്കെ വൈകുന്നേരം അമ്മ ഒക്കെ വരുന്നിടം വരെയൊക്കെ അങ്ങ് തട്ടിപ്പത്തി പോവും. ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ ഒരു ഭാഗ്യം ഞാൻ പറയുവാണ്. ഓരോ ദിവസവും എന്തോ ഉണ്ടാക്കി വെക്കണം. മണി 4 ആവാൻ പോകുന്നു. ഇന്നലെ ദോശയും കടലയായിരുന്നെങ്കിൽ ഇനിഞ്ഞാന്ന് പുട്ടും മീൻകറി, ഉഴുന്നുവട, പഴംപൊരി, ദോശ, പുട്ട്, മസാല ദോശ, മസാല ദോശയല്ല, ഈ റോസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിലുള്ള ഐറ്റം. പിള്ളേരിത് തിന്നും മടുത്ത്, ഞാനിതൊക്കെ ഉണ്ടാക്കിയും മടുത്ത്. സത്യം പറയാമല്ലോ, പുതിയ ഐറ്റംസ് ഒന്നും എനിക്കറിഞ്ഞുകൂടാ. ഇന്നിപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ, രാവിലെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വൈകിട്ട് വരുമ്പോൾ ചായ വേണ്ട, അവർക്ക് ഇച്ചിരി തണുത്ത വെള്ളം വേണം, നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഇച്ചിരി ഷാർജ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇച്ചിരി കപ്പലണ്ടി അണ്ടിപ്പരും അങ്ങോട്ടിട്ട് എന്തോ ഒന്നും ഉണ്ടാക്കി വെക്കും. അത് ഷാർജ, അതവർ കുടിക്കും. എന്തെങ്കിലും ഐറ്റംസ് കൂടെ ചെയ്തു വെക്കും. ഇന്ന് പുട്ട് വേണമെന്നാണ് പറഞ്ഞത്. പുട്ടിന് ഞാൻ നോക്കി പരിപ്പൊടിയില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു രക്ഷയുള്ളൂ, മൈദ ഇവിടെ ആവശ്യത്തിന് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. മൈദ ജാറിലോട്ട് അങ്ങോട്ട് ഇടുക, മിക്സിയിലൊരു അടിയടിക്കുക, പാനിലോട്ട് കോരി ഒഴിക്കുക, കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിക്കുക, അപ്പുറം മൊരിച്ച് അവിടെ ഒഴിക്കും. മീൻകറിയുണ്ട്. എന്തായി തീരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊക്കെ പഠിച്ച കാലം, നമ്മളൊക്കെ നേരെ ഒരു പിടി ആഹാരം കഴിക്കാനും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടൊക്കെ എൻ്റെയൊക്കെ അറിവിൽ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. മറ്റുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ഭാഗ്യമുള്ള കുട്ടികളാണ്. അവർക്ക് ഇന്നുള്ളത് നാളെ വേണ്ട. ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയാം. ഇരുന്ന് തല പുകയുവാ ഞാൻ. നിങ്ങൾക്കൊക്കെ ഇതാണോ അനുഭവം? ആയിരിക്കാം. ഓരോരുത്തരുടെ അവസ്ഥകൾ ഇതാണ്. ഞാൻ എന്തായാലും മൈദ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കി വെക്കും. തിന്നാതിരിക്കത്തൊന്നുമില്ല, എതിർക്കത്തൊന്നുമില്ല. ഇനി വീണ്ടും തല പുകയട്ടെ, നാളത്തേക്ക് നമ്മൾ പോകണ്ടേ. വീട്ടിലുള്ള ദിവസങ്ങളിൽ എൻ്റെ പരിപാടി ഇതൊക്കെയാണ്. ഉറങ്ങിയിട്ടില്ല ഞാൻ. വീണ്ടും ഇനി കിച്ചണിലേക്കാം. ഓക്കെ.